വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവും. എല്ലാവരും സ്റ്റാറ്റസ് വെക്കും അല്ലേ? പക്ഷെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റാറ്റസ് ഒക്കെ വെക്കും. പക്ഷെ ചില സമയം നമ്മുടെ ഫ്രണ്ട്സ് അതിനെ കുറിച്ചിട്ട് യാതൊരു കമന്റും പറയാറില്ല. അപ്പോഴാണ് നമ്മൾ നോക്കുക നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റാറ്റസ് ചില സമയങ്ങളിൽ കാണാത്തത് എന്നുള്ളതും അതിനുള്ള ഒരു 4 സെറ്റിംഗ്സ് ആണ് ഞാൻ പറയുന്നത്. അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസുകൾ നല്ലപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. വാട്സപ്പ് ഉപയോഗിക്കും നമ്മൾ എല്ലാവരും നമ്മൾ ഡെയിലി സ്റ്റാറ്റസുകൾ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ വെക്കുന്ന സ്റ്റാറ്റസുകൾ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ പറ്റുന്ന കംപ്ലൈന്റ് നമുക്ക് പരിഹരിക്കാൻ 2-3 മാർഗങ്ങൾ പറഞ്ഞുതരാം. ഞാനിവിടെ എന്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ 0 വ്യൂസ്. ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസുകളൊന്നും ആരും കാണുന്നില്ല. അപ്പം ഇതിന് 2-3 കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഓൺ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതൊരു കാരണമാണ്. നമ്മൾ രണ്ടാമത്തെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിന്റെ ലോഗോ കാണുന്നില്ലേ, ആ ലോഗോന്റെ മുകളിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. നല്ലപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് ഐ ബട്ടൺ കാണുന്നില്ല, ആ ഐ ബട്ടന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്ക് മാറി വരും. ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? സ്റ്റോറേജ് യൂസേജ്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഡാറ്റ അവിടെ കാണുന്നുണ്ട്, അതിന്റെ തൊട്ട താഴെ ക്ലിയർ ഡാറ്റ ഉണ്ട്, അത് ഒരിക്കലും തുടരുത്. അതിന്റെ തൊട്ട താഴെയുള്ള ക്യാഷെ പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ക്യാഷേന്റെ താഴെ ക്ലിയർ ക്യാഷെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ക്ലിയർ ക്യാഷ്. ആ ക്ലിയർ ക്യാഷ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ ക്യാഷ് എന്തായി 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത്. ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വാട്സപ്പ് അപ് ടു ഡേറ്റ് ആണോ നോക്കുക. അതായത് 1-2 ദിവസങ്ങളിൽ നമ്മളൊന്ന് അപ് ടു ഡേറ്റ് ആണോ വാട്സപ്പ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ആ പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സെലക്ട് 1 എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, ഇവിടെ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ മൈ കോൺടാക്ട്സിലേക്ക് മാറ്റി കൊടുക്കുക. മൈ കോൺടാക്ട്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ കോൺടാക്ട്സിലുള്ള എല്ലാവരും കാണുകയുള്ളൂ.